ശരിക്കും ഒരു വലിയ പരാജയമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM നേരിട്ടത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരുപാട് കാരണങ്ങളുണ്ടെന്ന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ രാഷ്ട്രീയ കാരണങ്ങളുണ്ട്, സംഘടനാപരമായ കാരണങ്ങളുണ്ട്, വ്യക്തിപരമായ കാരണങ്ങളുണ്ട്, അഴിമതി പോലെയുള്ള വിഷയങ്ങളുണ്ട്, പലതുമുണ്ട്. ഒന്നാമത്തെ കാര്യം, ജനങ്ങളുമായി പാർട്ടിക്കുള്ള ബന്ധം, ചുരുങ്ങിയത് പാർട്ടി അനുഭാവികളുമായി പോലും പാർട്ടിക്കുള്ള ബന്ധം ദയനീയമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കേരളത്തിലെ എല്ലാ തെരഞ്ഞെടുപ്പിലും ഞാൻ CPM വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. വർക്ക് ചെയ്യുന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ, നമ്മളൊരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമ്മളൊരു ലിസ്റ്റ്, ഒരു ഇതുണ്ടാക്കും, കാൽക്കുലേഷൻ, ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കും. നമുക്ക് എത്ര വോട്ട് കിട്ടും, എതിരാളികൾക്ക് 1, 2, സ്വതന്ത്രർക്ക് എത്ര വോട്ടുണ്ട്, എത്ര വോട്ട് ഡൗട്ട്ഫുൾ ആണ് എന്നുള്ളൊരു കണക്കുണ്ടാക്കും. ആ കണക്ക് 90% വൃത്തിയാണ്. അങ്ങനെയാണ്. ഇപ്പൊ പിന്നെ നഗരവൽക്കരിക്കപ്പെട്ട പ്രദേശങ്ങളിൽ അതിന് കുറെ വ്യത്യാസം വന്നു. ഇപ്പൊ എറണാകുളം നഗരത്തിലൊന്നും അത് കണ്ടുപിടിക്കുക എളുപ്പമല്ല. പക്ഷേ ആ കണക്ക് പൂർണ്ണമായും തെറ്റിയ മണ്ഡലങ്ങൾ നമ്മൾ നോക്കിയാൽ മതി. ഇത്തവണ കണ്ണൂർ ജില്ലയിലെ പാർട്ടി ഗ്രാമങ്ങളിൽ ആ കണക്ക് തെറ്റിയില്ല. ഇപ്പോ അത് പയ്യന്നൂരാവാം, തളിപ്പറമ്പാവാം, ധർമ്മടമാവാം, കല്യാശ്ശേരിയാവാം, കൂത്തുപറമ്പാവാം, മട്ടന്നൂരാവാം, എല്ലാ സ്ഥലത്തും കണക്ക് തെറ്റിയില്ല. എന്ന് പറഞ്ഞാൽ പാർട്ടി മാത്രമുള്ള പഞ്ചായത്ത്, പാർട്ടിക്ക് മാത്രമേ മെമ്പർമാരുള്ളൂ, പാർട്ടി മാത്രമേ ഉള്ളൂ, മറ്റൊക്കെ അല്ലറ ചില്ലറ അപ്പിടിപ്പിടും ഓരോന്നാണ്. ഇപ്പൊ ധർമ്മടോ ആയാലും കല്യാശ്ശേരി ആയാലും ഈ പറഞ്ഞ മറ്റു സ്ഥലങ്ങളൊക്കെ, ആ സ്ഥലങ്ങളിൽ പാർട്ടിക്ക് അവർ കണക്കാക്കിയ ഒരു വോട്ടുണ്ട്. ഇത്ര വോട്ട് അവിടെ ഉണ്ട്. ആ വോട്ട് പാർട്ടിക്ക് കിട്ടിയില്ല എന്ന് മാത്രമല്ല, എതിരാളിക്ക് കിട്ടുകയും ചെയ്തു. കുഞ്ഞികൃഷ്ണനും ഗോവിന്ദനും ഒക്കെ കിട്ടി. റഷീദിന് പോലും കിട്ടി 40,000 20,000. അപ്പോ ഇപ്പൊ 50,000-നടുത്ത് വോട്ടുണ്ടായിരുന്ന പയ്യന്നൂര് അതേ സ്ഥാനാർത്ഥി 5 വർഷം മുമ്പുള്ള കാര്യം പറയണല്ലോ, പഴയ പുരാണമൊന്നുമല്ല. 5 വർഷം മുമ്പ് 50,000-ഓളം വോട്ടിന് ജയിക്കുന്നു മധുസൂദനൻ. അവിടെ മത്സരിക്കുന്നു. അവിടുത്തെ പഴയ ഒരു ഏരിയ സെക്രട്ടറി എതിരായി മത്സരിക്കുന്നു. എത്ര വോട്ട് മാറിയിട്ടുണ്ടെന്ന് ഞാൻ കണക്കാക്കിയപ്പോൾ ചുരുങ്ങിയത് 30,000 പാർട്ടിക്കാരെങ്കിലും, പാർട്ടി അനുഭാവികളും പാർട്ടി കുടുംബങ്ങളും കുഞ്ഞികൃഷ്ണൻ വോട്ട് ചെയ്തു. അല്ലെങ്കിൽ കുഞ്ഞികൃഷ്ണൻ ജയിക്കില്ല. UDF-നോട് പഴയ വോട്ട് അത്രയൊക്കെ ഉള്ളൂ. കുഞ്ഞികൃഷ്ണൻ വോട്ട് ചെയ്തു. ഈ 30,000 പാർട്ടി കേഡർ ഒരു നിയോജക മണ്ഡലത്തിൽ മാറി വോട്ട് ചെയ്യുമെന്ന് കണ്ടെത്താൻ കഴിയാത്തൊരു പാർട്ടിയുടെ ദുരന്തം ആലോചിച്ചു. പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, ഒരു കമ്മ്യൂണിസ്റ്റുകാർ മാത്രമുള്ള സ്ഥലത്താണ് ഞാൻ ഈ പറയണത്. അവിടെയുള്ള ആളുകൾ വോട്ട് മാറി ചെയ്യുമെന്ന് അറിഞ്ഞില്ല. പാർട്ടി പോലും കൊടുത്തില്ല. ആരെങ്കിലും 1-2 പേരൊക്കെ ചെയ്യുന്നേ പറഞ്ഞുള്ളൂ. അവരൊക്കെ പ്രകടനത്തിന് വന്നിട്ടുണ്ടാവും. അവരൊക്കെ TK ഗോവിന്ദനെയോ കുഞ്ഞികൃഷ്ണനെ പോവാൻ വന്നിട്ടുണ്ടാവും. അവരിവരുടെ പോസ്റ്റ് നശിപ്പിക്കാൻ പോയിണ്ടാവും. അവർ ബൈക്ക് എത്തിക്കാൻ പോയിണ്ടാവും. പക്ഷെ വോട്ട് ചെയ്യാൻ വന്നപ്പോൾ എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നുള്ളത് വളരെ ഗൗരവതരമായൊരു പ്രശ്നമാണ്. പാർട്ടി ആദ്യം പരിശോധിക്കും. ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന കാലത്ത് തന്നെ എന്നെ പോലുള്ളവർ പറഞ്ഞിരുന്നു, കേരളത്തിലെ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ, CPM-ന്റെ ചരിത്രത്തിൽ ഇത്രയും വലിയ ആഭ്യന്തര വെല്ലുവിളി നേരിട്ട ഒരു കാലം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ സംഭവിച്ചു. ഒരു കാലം ഉണ്ടായിട്ടില്ല. മാത്രമല്ല, പാർട്ടിയിൽ നിന്ന് MLA ആയിരുന്നവരും സീനിയർ നേതാക്കളായിരുന്നവരും എത്ര പേരാണ് എതിർപക്ഷത്തേക്ക് പോയത്, മത്സരിക്കുന്നത്. ഐഷ പോറ്റി കോൺഗ്രസ് ആയി, ഇപ്പുറത്ത് സുധാകരൻ സ്വതന്ത്രനായി, എസ് രാജേന്ദ്രൻ പോയി, CPI-യുടെ 2 MLA-മാര് പോയി, സിറ്റിംഗ് MLA അടക്കം പോയി. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ TK ഗോവിന്ദൻ ചെറിയ ആളല്ല. MV ഗോവിന്ദന് സമാനനായ ഒരാളാണ്. ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ MV ഗോവിന്ദൻ സെക്രട്ടറിയായി, TK ഗോവിന്ദൻ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായി കണ്ണൂരിലെ പാർട്ടിയുടെ. അവരടക്കം അവിടെ എതിർപക്ഷത്ത് സ്ഥാനാർത്ഥിയായി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ കേവലം അവരുടെ വ്യക്തിപരമായ വികാരമാണ്. നിങ്ങൾ വർഗവഞ്ചകനാണ്, കുലംകുത്തിയാണ്, ഇടതുപക്ഷ വിരുദ്ധനാണ്, വികസന വിരുദ്ധനാണ് എന്നൊന്നും പറഞ്ഞുകൊണ്ട് തീരുന്നൊരു വിഷയമല്ല. മാത്രമല്ല, അവർ ഒറ്റയ്ക്കല്ല പോയത്. ഇപ്പോ TK ഗോവിന്ദനോട് ഒരു നിങ്ങളുടെ കുടുംബം പോലും നിങ്ങളുടെ ഒപ്പമില്ല. എന്നിട്ട് TK ഗോവിന്ദൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, അതുകൊണ്ട് എന്റെ ഭാര്യയ്ക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടേണ്ടി വന്നു. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. അദ്ദേഹത്തിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒരുപാട് പേർ അദ്ദേഹത്തിന് വോട്ട് ചെയ്തില്ലേ? അതുകൊണ്ടാണല്ലോ ഇത്രയും ഭൂരിപക്ഷം കിട്ടിയത്. അപ്പോ ഇത് കണക്കാക്കി കാണും. ധർമ്മടത്തെ എത്ര വോട്ടാ പോയി? 6 റൗണ്ട് വരെ പിന്നിലായിരുന്നു. പാർട്ടി ഗ്രാമങ്ങളിലാണ് പറഞ്ഞേ. അതുപോലെ എല്ലാ സ്ഥലത്തും, കല്യാശ്ശേരി എല്ലാ സ്ഥലത്തും പോയി, കൂത്തുപറമ്പ്, മട്ടന്നൂര്, അഴീക്കോടൊക്കെ പോയില്ലേ? അഴീക്കോടൊക്കെ കഷ്ടിച്ച് കടന്നു. ഇത് എത്രയായിരുന്നു ശൈലജയുടെ ഭൂരിപക്ഷം? 63,000. ഇപ്പൊ എത്രയാ ഭൂരിപക്ഷം? 20,000.
എവിടെ പോയി ബാക്കി 40,000 വോട്ട്? അത് മാത്രമല്ല ശൈലജ ടീച്ചർ പരാജയപ്പെടുകയും പരാജയപ്പെടുന്നുള്ളത് ഉറപ്പായി. പരാജയപ്പെടുത്താനാണ് അവിടെ കൊണ്ടുവരുന്നത്. എനിക്ക് യാതൊരു സംശയവും ആദ്യം മുതലേ ഉണ്ടായില്ല അവിടെ പരാജയപ്പെടും, ശൈലജ ടീച്ചർ ജയിക്കുമെന്ന്. വെറുതെ പത്രക്കാരുണ്ടാക്കിയത്. അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ശ്യാമൾ ടീച്ചറെ നിർത്തിയത് രക്തസാക്ഷി ഫണ്ടിന്റെ കണക്ക്, സുധാകരനെ പോലെ വളരെ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് ഒരാൾ ഉയർത്തിയ ചോദ്യങ്ങൾ, ഇതിനൊന്നും പാർട്ടി മറുപടി പറഞ്ഞില്ല. മറുപടി പറഞ്ഞത് മുഴുവൻ വികട മറുപടികൾ. പാർട്ടിക്കാരെ വിശ്വസിക്കാൻ കഴിയുന്ന മറുപടിയല്ല. ജനങ്ങൾ പോട്ടെ, പാർട്ടി അണികളെ വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ലേ മറുപടി ഒന്നും. അതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഇവർക്ക് വേണ്ടി മാധ്യമങ്ങൾ അവിടെ എന്താ രസം അറിയോ? ഈ പയ്യന്നൂര് പകുതി പഞ്ചായത്തിൽ പോസ്റ്റർ ഒട്ടിച്ചിട്ടില്ല. കുഞ്ഞകൃഷ്ണൻ പകുതി പഞ്ചായത്തിൽ പോസ്റ്റർ ഒട്ടിക്കാൻ പറ്റിയിട്ടില്ല, ഓടിച്ചിട്ടില്ല. CH റഷീദ് എന്നല്ല അത് പറഞ്ഞു. എനിക്കറിയാം ഈ ധർമ്മടത്തെ അവസ്ഥ. പല സ്ഥലത്തും ചെല്ലാൻ പറ്റില്ല, തല്ലുള്ളൂ, ചിലപ്പോൾ ശരീരം പോകും. പലരും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥിയെ പോലും നിർത്താറില്ല, പേടിച്ചിട്ട്. തോറ്റാലും സ്ഥാനാർത്ഥിയെ നിർത്താലോ. ഇപ്പൊ തോൽക്കുന്ന മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്തില്ല എന്നില്ലല്ലോ. ഇപ്പൊ തിരൂരങ്ങാടിയും വേങ്ങരയും അല്ലെങ്കിൽ മലപ്പുറത്തും CPM സ്ഥാനാർത്ഥി നിർത്താം, കോട്ടക്കിലൊക്കെ നിർത്തിയാലോ തോൽക്കുന്നറിയാം. പക്ഷെ എന്നാലും സ്ഥാനാർത്ഥി നിർത്താം, അത് ജനാധിപത്യ. പക്ഷെ ഈ പല മണ്ഡലങ്ങളിലും നിർത്താൻ പറ്റില്ല. ഇപ്പൊ എന്താ പ്രശ്നം? അവിടുത്തെ പകുതി ആളുകൾ തിരിഞ്ഞു. പാർട്ടി വോട്ടർമാരിൽ പകുതി ആളുകൾ തിരിഞ്ഞു. അത് പാർട്ടി അറിഞ്ഞില്ല. എന്തുകൊണ്ട് പാർട്ടി അറിഞ്ഞില്ല? CPM പോലും സംഘടനാ സംവിധാനം എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്ന ചോദ്യം അവിടെയാണ്. CPM സംഘടനാപരമായി നേരിടുന്ന ഒരു പ്രശ്നം അതിന്റെ ജനാധിപത്യമില്ലായ്മ. പാർട്ടിക്ക് അകത്ത് പറയാം ആഭ്യന്തര ജനാധിപത്യം, കേന്ദ്രീകൃത ജനാധിപത്യം എന്നൊക്കെയുള്ള സർക്കാർ ഏകാധിപത്യ പ്രവണതയാണ് പാർട്ടിക്കുള്ളിൽ പൂർണ്ണമായി മോളി എന്ന് പറയുന്നത് ശരിയാണ്, നിങ്ങൾ വിശ്വസിക്കണം എന്ന ഏകാധിപത്യ രീതി ഒരാൾ കൽപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വിശ്വസിച്ചോ. അത് ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇന്ന് നടക്കില്ല. പണ്ട് നടക്കുമായിരുന്നു. നടക്കില്ല എന്ന് പറയാൻ കാരണം, ഒന്ന്, ഇതൊരു ജനാധിപത്യ വ്യവസ്ഥയിലാണ് പ്രവർത്തിക്കുന്നത്. ആളുകൾക്ക് പോയി സോവിയറ്റ് യൂണിയനിൽ ആളുകൾക്ക് പോയി വോട്ട് ചെയ്യാൻ അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് അവർ ചെയ്യാതിരുന്നത്. ഇവിടെ വോട്ട് ചെയ്യാൻ അവസ്ഥയിലെന്ന് പാർട്ടി മനസ്സിലാക്കണം. അതുകൊണ്ട് കുറെ കൂടി തുറന്ന, ഇപ്പൊ കോൺഗ്രസിനെ നിങ്ങൾ വിമർശിക്കാം, തർക്കമുണ്ടെന്ന്. ആ തർക്കം ജനാധിപത്യത്തിന്റെ ഭാഗമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കോൺഗ്രസിൽ തർക്കം ഉണ്ടാവാം, പക്ഷേ അവിടെ ജനാധിപത്യമുണ്ട്. പരസ്പരം പറയും ലോകത്തെ എല്ലാ ജനാധിപത്യവും പറയാം. ആയിക്കോട്ടെ, ലോകത്തെ എല്ലാ ജനാധിപത്യവും ഇങ്ങനെയാണ്. നമ്മളിപ്പോ പറഞ്ഞാൽ മനസ്സിലാവാത്തത്, ലോകത്തെ എല്ലാ ജനാധിപത്യ പാർട്ടികളിലും ഈ തർക്കമുണ്ട്. അമേരിക്കൻ ഡെമോക്രാറ്റ്സിലും റിപ്പബ്ലിക്കനിലും തർക്കമില്ലേ? വലിയ തർക്കമുണ്ട്. അവിടെ പ്രസിഡന്റ് ആവാനൊക്കെ ഭയങ്കര മത്സരമല്ലേ? സ്ഥാനാർത്ഥിയാവാനുള്ള മത്സരം എത്ര വലുതാ? വോട്ടൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞ അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഒരു നേതാവിലേക്ക് പോവുക. അതാണ് ഇതിന്റെ അവസാനം. ഒരു നേതാവിന്റെ പടം മുഴുവൻ കേരളം മുഴുവൻ വയ്ക്കുക. ഞാനല്ലാതെ മറ്റാരുണ്ട്? LDF അല്ലാതെ എന്ന് പറഞ്ഞാലും ഒരാളുടെ പടമല്ലേ ഉള്ളൂ. മറ്റാരുണ്ട് ഞാനല്ലാതെ എന്നുള്ള ജനങ്ങൾ മറുപടി നൽകി. ഞാനല്ലാതെ വേറെ ആളുണ്ടെന്ന് ജനം കൊടുത്തു. പാർട്ടിക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അത് ശരിയാവുമായിരുന്നു എങ്ങനെയാണെങ്കിൽ പാർട്ടി സ്ട്രക്ചർ ജനാധിപത്യപരമായി പ്രവർത്തിക്കുകയാണെങ്കിൽ. ജനങ്ങൾക്ക് തങ്ങളുടെ അഭിപ്രായം പറയാൻ ഒരു വേദി ഉണ്ടാവണം. പാർട്ടി ബ്രാഞ്ച് അല്ലെങ്കിൽ പാർട്ടി സംഘടന. അങ്ങനെ ഇതിപ്പോ എന്താ പ്രശ്നം? പറഞ്ഞാൽ എന്താ സ്ഥിതി? ഈ ആൾക്കെതിരെ ഒരു വാക്ക് പറഞ്ഞാൽ അവൻ പാർട്ടി വിരുദ്ധനായി, ജനവിരുദ്ധനായി, ഇടതുപക്ഷ വിരുദ്ധനായി, വലതുപക്ഷ പിന്തിരിപ്പൻ, മറ്റു സംഗതിയൊക്കെയായി. അപ്പൊ ആരെങ്കിലും പറയൂ? ഞാൻ അത് മാത്രമല്ല, പറഞ്ഞോണ്ടല്ല. സോഷ്യൽ മീഡിയയിൽ നമ്മളെ ആക്രമിക്കും, പോട്ടെ. അതും കഴിഞ്ഞാൽ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തലയും പോകും, 51 വെട്ടും. അപ്പൊ അതുകൊണ്ട് ആളുകൾ മിണ്ടില്ല. കാരണം നമ്മളെ ശരീരം കേടാക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് പോലും ഇതെല്ലാം കൊണ്ട് ജനങ്ങൾ തെരഞ്ഞെടുപ്പിലൂടെ അതിന് മറുപടി കൊടുത്തു. മൂന്നാമത്തെ കാര്യം, രാഷ്ട്രീയം. CPM ഈ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ പറഞ്ഞത് വികസനം 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 വികസനം. വികസനം എന്നും അതിന്റെ PR കൊണ്ട് നിങ്ങൾക്ക് ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ പറ്റില്ല എന്നുള്ളത് വളരെ കൃത്യമാണ്. കാരണം വികസനം, ഞാനിപ്പോ വെടിപൊട്ടിച്ചു എന്ന് പറഞ്ഞാൽ പോലെ നിങ്ങളത് കേൾക്കണ്ടേ? എനിക്ക് അനുഭവവേദ്യമാവണ്ടേ? എനിക്ക് അനുഭവവേദ്യമായില്ലെങ്കിൽ ഞാൻ അതിനെ അംഗീകരിക്കുമോ? സാധാരണ ജനങ്ങൾക്ക് വികസനം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. പലപ്പോഴും എത്തിയിട്ടില്ല, അവരിൽ എത്തിയിട്ടില്ല. എവിടെയെങ്കിലൊക്കെ റോഡ് ഉണ്ടാക്കി, എവിടെയെങ്കിലൊക്കെ അതുണ്ടാക്കി, ഇതുണ്ടാക്കി എന്ന് പറഞ്ഞാലൊന്നും സാധാരണ മനുഷ്യരുടെ അടുത്തേക്ക് എത്തിയിട്ടില്ല. അതിന്റെ ഒരു പ്രധാന പ്രതിസന്ധിയുണ്ട്. അത് വികസനമല്ല. ഇടതുപക്ഷം വികസനം പറയാറില്ല, ഇടതുപക്ഷം രാഷ്ട്രീയമാണ്. നാലാമത്തെ വിഷയം, അവരുടെ രാഷ്ട്രീയത്തിൽ ഒരു വലിയ പിഴവ് സംഭവിച്ചു. അവരൊരു പ്രോ ഹിന്ദുത്വ ലൈൻ എടുത്തു. പ്രോ ഹിന്ദുത്വ ലൈൻ CJP ആയി എന്ന് ഞാൻ പറയുന്നില്ല. വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാൾ അയ്യപ്പ സംഗമം നടത്തുക, അത് ആഘോഷിക്കുക, നേതാക്കന്മാർ വന്ന് വിശ്വാസ സംരക്ഷണത്തിന്റെ ആളുകൾ BJPയുടെ റിക്രൂട്ടിംഗ് ഏജൻസിയായി മാറി. അവിടെയാണ് പറ്റും. വെള്ളാപ്പള്ളി നടേശന്റെ റോൾ എന്താണെന്ന് പാർട്ടി തിരിച്ചറിഞ്ഞില്ല. CPM ഞാൻ പലവട്ടം ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്, CPM ഈഴവ വോട്ടുകളെ അപ്പുറത്ത് BJP കടത്തി കൊടുക്കുന്ന കള്ളക്കടത്ത് ഏജന്റാണ് ഇയാള് വെള്ളാപ്പള്ളി നടേശൻ. അപ്പുറത്ത് മകനെ നിർത്തിയിട്ടുണ്ട് പിടിച്ചോളാൻ.
മനസ്സിലായി? ഇവിടുന്ന് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. ആ പണിയാണ് ചെയ്തത്. അതിന് പകരം ഇവിടെ എന്ത് ചെയ്തു? അതിനനുസരിച്ച് ഇവിടെ പാട്ട് പാടി ജമാഅത്തെ ഇസ്ലാമി, ജമാഅത്തെ ഇസ്ലാമി, മറ്റേ ഇസ്ലാമി, മുസ്ലിം ഭൂരിപക്ഷം, മുസ്ലിം വരും. അത് അതിന്റെ ആരെ വേണി വിമർശിക്കാം. പക്ഷേ അതിന്റെ എല്ലാ ലെവലും വിട്ട് ഏതാണ്ട് BJP വിമർശിക്കുന്നത് പോലെ മുസ്ലിം ന്യൂനപക്ഷത്തെ ഇവർ വിമർശിച്ചു, CPM വിമർശിച്ചു. അത് ശരിയല്ല. CPM നിലപാട് അതല്ല. എല്ലാ വർഗീയതയും വിമർശിക്കാം, പക്ഷേ അതിൽ തന്നെ പ്രധാനം ദേശീയ തലത്തിൽ BJP ആണ് പ്രധാന ശത്രു എന്ന് കാണാൻ അവർ മറന്നുപോയി. ഇവിടെ BJP അത് മാത്രമല്ല, നോക്കിക്കോളൂ, ഒരു പ്രാവശ്യമെങ്കിലും മോഡിക്കെതിരായി ഒരു വാക്ക് പിണറായി വിജയൻ പറഞ്ഞു? ഞാൻ കേട്ടിട്ടില്ല. നേരെ മറിച്ച് ഇപ്പൊ തോറ്റ മമതയും സ്റ്റാലിനും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, നിരന്തരം പറഞ്ഞു, രാഹുൽ ഗാന്ധി ഒക്കെ പറയുന്നുണ്ട്, പ്രതിപക്ഷം ഒക്കെ പറയുന്നുണ്ട്. ഒരു വാക്ക് പിണറായി വിജയൻ പറഞ്ഞിട്ടില്ല. എന്താ കാര്യം? അയാളുടെ പേരിൽ കേസുണ്ട്, പ്രശ്നമുണ്ട്. പിന്നെ മകന്റെ പേരിൽ, മകളുടെ പേരിൽ, കുടുംബത്തിന്റെ പേരിൽ കേസ് വരിക, കള്ളക്കടത്ത്, സ്വർണ്ണക്കടത്ത് തുടങ്ങിയ മുഴുവൻ ആരോപണം. ഏറ്റവും ഒടുവിൽ ശബരിമലയിലെ കൊള്ള. എല്ലാവരും പറഞ്ഞു ശബരിമല ഇനി ഒരു വിഷയമല്ല. ജനങ്ങൾ ശബരിമല ശരിക്കും വിഷയമായിട്ട് എടുത്തു. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ബലം നോക്കൂ. കൃത്യമായിട്ട് തെക്കൻ കേരളത്തിലൊക്കെ അത് ആഞ്ഞടിച്ചിട്ടുണ്ട്. എങ്ങനെയാ വാസവനൊക്കെ എത്ര വോട്ടിന് തോൽക്കണേ? ഒരു സർവേ വാസവൻ തോൽക്കൂന്ന് പറഞ്ഞിട്ടില്ല. വാസവൻ തോൽക്കൂന്ന് ഒരു സർവേയും പറഞ്ഞിട്ടില്ല. എല്ലാ സർവേകളും വാസവൻ നല്ല ഷുവർ സെറ്റ് എന്നാണ്. നാട്ടക സുരേഷക്കാർ അതുപോലെ എത്ര സീറ്റ് പോയി. പിന്നെ ഇവർ നടത്തിയ കെട്ടുകാഴ്ചകൾ, കേരള സന്ദർശനം, നവകേരള യാത്ര, കോമാളിത്തരായി പോയില്ലേ? കേരള സദസ്സ് കയ്യിൽ കാശ് ചെലവാക്കുക, ഓരോ പണി നടത്തുക, ആരെ വിളിക്കുക, പൗരപ്രമുഖരെ കാണുക. എന്നിട്ടോ ഇപ്പൊ നിങ്ങൾ ആലപ്പുഴയിൽ റിസൾട്ട് മാത്രം നോക്കിയാൽ നവകേരള യാത്രയുടെ ഫലമാണ് ആലപ്പുഴയിൽ പാർട്ടി തോറ്റത്. ആ പയ്യനല്ലേ ചിത്തരഞ്ജന് പോലെ പരിണത പ്രജ്ഞനായ വ്യക്തിയെ തോൽപ്പിച്ചത്. അവനാകെയുള്ള ക്വാളിറ്റി എന്താ? കേശുവിന്റെ നേതാവാണ്. പിണറായി വന്നപ്പോൾ ഒരു കരിങ്കൂടി പിടിച്ചു. പിണറായി വന്നപ്പോൾ കരിങ്കൂടി പിടിച്ചപ്പോൾ അവനെ അടിച്ചു എന്ന് മാത്രമല്ല, പിണറായി വിജയന്റെ ഗൺമാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് അടിക്കുക. അയാൾക്ക് അതിന് വല്ല ജോലിയുണ്ടോ? കരിങ്കൂടി കാണിക്കേണ്ടവരെ അടിക്കാൻ പിണറായി വിജയന്റെ ഗൺമാൻ എന്താ ജോലി? പിണറായി വിജയന്റെ ഗൺമാന്റെ ജോലി എന്താ? പിണറായി വിജയനെതിരെ ആരെങ്കിലും വന്നാൽ വെടിവെക്കുക എന്നുള്ളതാണ്. ഗൺമാൻ വന്ന് അടിച്ചു. അവന് എന്ത് പറ്റി? ചിത്തരഞ്ജൻ എന്ന് പറയുന്ന ഒരു സിറ്റിംഗ് MLA സമ്പൂർണ്ണമായിട്ട് ദയനീയമായി പരാജയപ്പെടുത്തി. ഇങ്ങനെ 100 കേസുകളുണ്ട്. 100. ഇപ്പൊ ഞാനൊരു കാര്യം പറയാം. എറണാകുളം ജില്ല സമ്പൂർണ്ണമായി പോയിന്ന് പോട്ടെ. എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വലിയ ഭൂരിപക്ഷം കിട്ടിയ ഒരാൾ മാത്തിക്കുഴൽനാടനാണ്. എന്താ മാത്തിക്കുഴൽനാട് ഇത്ര ഭൂരിപക്ഷം കിട്ടി? പിണറായി വിജയനെതിരെ മുഖ്യമന്ത്രിയുടെ മുഖത്ത് വിരൽ ചൂണ്ടി മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് ചോദിച്ച ആളാണ്. ഇവിടെ എല്ലാവരും പറഞ്ഞ എന്താ? മാത്തിക്കുഴൽനാടൻ പിണറായിക്ക് എതിരായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് CPM എങ്ങനെയെങ്കിലും മാത്തിക്കുഴൽനാടനെ തോൽപ്പിക്കാൻ ശ്രമിക്കും. മാങ്ങാത്തോലി. കാരണം എന്താ? പിണറായിക്കെതിരെയുള്ള വികാരമാണ്. അത് ആഞ്ഞടിച്ചു. അതെന്താ വെച്ചാൽ പിണറായി പാർട്ടിക്കെതിരെയുള്ള വികാരം, പാർട്ടി തന്നെ പിണറായിയായി, പാർട്ടിയിൽ ആർക്കും എതിര് പറയാതായി, കുറെ കള്ള തിരുവാതിരയും അതുപോലെയുള്ള പരിപാടിയും ചെയ്തു. ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യം. മറുപടി പറയുന്നില്ല പാർട്ടി. ഒരു ചോദ്യത്തിന് മറുപടി. മുമ്പും ഇലക്ഷനിൽ പാർട്ടി തോറ്റിട്ടുണ്ട്. പക്ഷെ അന്നും ഒരിക്കലും ഘടനയിൽ പാർട്ടിക്കെതിരായി വന്നിട്ടില്ല. ഞാൻ 77 മുതൽ ഞാൻ പാർട്ടിയിൽ നിൽക്കുന്ന ആൾ. ഇലക്ഷൻ പാർട്ടി തോൽക്കും, പക്ഷെ ആരും പാർട്ടി സെക്രട്ടറി കുഴപ്പമെന്ന് പറഞ്ഞില്ല. ഇപ്പൊ നോക്കൂ, പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞ ഒരാളുണ്ടോ ഈ രാജ്യത്ത്? ഇല്ല. പാർട്ടി സെക്രട്ടറിയോട് പത്രസമ്മേളനം നടത്തരുത് തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടാവും. പാർട്ടി സെക്രട്ടറി മിണ്ടരുത് തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ. എന്താ പാർട്ടി സെക്രട്ടറി എവിടെ പോയി? ഇപ്പൊ ശൈലജ ടീച്ചറുടെ കാര്യം. ശൈലജ ടീച്ചറെ പേരാവൂർക്ക് മാറ്റിയത് തോൽപ്പിക്കാനാണെന്ന് തലയ്ക്ക് വെളിവുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. ശൈലജ ടീച്ചർ പേരാവൂർ ജയിക്കാൻ പോലുള്ള ശൈലജ ടീച്ചർ മാത്രമല്ല ബാക്കിയുള്ളവരോട് ഇല്ല. തോറ്റു. നേരെ മറിച്ച് ഈ ശ്യാമളയ്ക്ക് വരെ ശൈലജ ടീച്ചർ ആ തളിപ്പറമ്പിൽ നിന്നെങ്കിൽ ഈ പ്രശ്നമൊന്നുമില്ല. ചുരുങ്ങിയത് കണ്ണൂരെ പ്രശ്നങ്ങളിൽ തീർന്നു കിട്ടും, വലിയ പ്രതിസന്ധി തീർന്നു കിട്ടും. ശൈലജ ടീച്ചർ ജയിക്കുകയും തളിപ്പറമ്പും ജയിക്കും, ചിലപ്പോൾ അയ്യന്നൂരും ജയിക്കും. അതും തോറ്റു. അപ്പൊ അതുപോലെ കണക്ക് പറഞ്ഞപ്പോ അയാൾ കൃത്യമായി പറഞ്ഞില്ലേ രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പിന്റെ കണക്ക്? അതിന് പ്രൈവറ്റ് അക്കൗണ്ടിലേക്ക് പോയ കണക്ക് പറഞ്ഞില്ലേ? അപ്പൊ എന്താ പറഞ്ഞ KK രാഗേഷ് എന്താ പറഞ്ഞു? ജില്ലാ സെക്രട്ടറി എന്തെങ്കിലും നിലവാരം ഉണ്ടായിക്കൊക്കെ. അപ്പൊ അതുകൊണ്ട് എന്ത് പറ്റി? അയാൾ പറഞ്ഞു ഞങ്ങൾ ബഹുജനങ്ങളെ കാണിക്കും, പൊതുജനങ്ങളെ കാണിക്കില്ല. എനിക്ക് മനസ്സിലായില്ലേ, MP ഗോവിന്ദന് പോലും മനസ്സിലായില്ലേ എന്തായാലും പറഞ്ഞത്. പാർട്ടിക്കാരെ കാണിക്കും, പാർട്ടിക്കാരെ ബോധ്യപ്പെടുത്തിയോ? പാർട്ടിക്കാർ മൊത്തത്തിൽ ബോധ്യപ്പെടുത്തി. അപ്പൊ ആദ്യക്കാർ തിരിച്ചു ബോധ്യപ്പെടുത്തി. ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല സഖാവേ നിങ്ങളെ കണക്ക്. ആ കണക്ക് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അതാണ് പയ്യന്നൂരെ കണക്ക്, വോട്ടിന്റെ കണക്ക്.
ഞാൻ പറഞ്ഞത് പാർട്ടി സംഘടന ഏത് രൂപത്തിൽ ഇനി മാറാൻ കഴിയും എന്നുള്ളത് വലിയ ചോദ്യമാണ്. മാത്രമല്ല ഇവര് കുറച്ചു കാലമായി കൊണ്ടു നടക്കുന്ന തിരുത്തിയില്ല എന്നുണ്ടെങ്കിൽ ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥ വന്നത് ഇവര് കൊണ്ടു നടക്കുന്ന ഇസ്ലാമോഫോബിയ, ആ രാഷ്ട്രീയം കാത്തു നിൽക്കുകയാണ് BJP. ഏത് സമയവും ഇവരെ ഏറ്റുവാങ്ങാൻ. അതാണ് CPM നേരിടുന്ന വലിയ പ്രതിസന്ധി.